الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فبشر عباد الذين يستمعون القول فيتبعون أحسنه، أولئك الذين هداهم الله وأولئك هم أولو الألباب. സൂറത്തു സുമറിലെ 15-ാമത്തെ ആയത്താണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട തഫ്സീർ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദീകരിക്കേണ്ടായി. എല്ലാം കേൾക്കുകയും അതിൽ നിന്ന് നല്ലത് ബുദ്ധി കൊണ്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്ന ആശയം ഖുർആനിലും അതുപോലെ തന്നെ സ്ഥിരപ്പെട്ട ഹദീസുകളിലും വന്നിരിക്കുന്ന ഇസ്ലാമിൻ്റെ മൗലികമായ വിശ്വാസങ്ങളോട് ധാരണകളോട് പൊരുത്തപ്പെടുന്ന കാര്യമല്ല. മറിച്ച് ഖുർആനിലുള്ള നിരവധി ആയത്തുകളിൽ നല്ലതു മാത്രം കേൾക്കുകയും അത് പിന്തുടരുകയും ചെയ്യുക എന്നുള്ളതാണ് അനുശാസിക്കപ്പെട്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അത് തന്നെയാണ് സച്ചരിതരായ സലഫുകളുടെ ജീവിത രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് വിരുദ്ധമായി എല്ലാം നമ്മൾ കേൾക്കണം, എന്നിട്ട് ബുദ്ധി കൊണ്ട് നന്മയേത് തിന്മയേത് പുണ്യമേത് പാപമേത് എന്ന് വ്യവച്ഛേദിക്കണമെന്ന് പറയുന്നത് അത് അഖ്ലാനികളുടെ രീതിയാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളുമായി യാതൊരു നിലയിലും ഒത്തുപോകാത്ത തെറ്റായ ഒരാശയമാണ്. അതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത്. ഇനി ഈ ആഴ്ചയിൽ അല്ലാമത്തു സഅദി റഹിമഹുല്ല ഇതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം, അതിൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം പറയുമ്പോൾ ആ കാര്യങ്ങൾ വ്യക്തമാവാതെ ഒരു പക്ഷേ തെറ്റാണെന്ന് തന്നെ തോന്നിപ്പോകാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. അത് ഞാൻ വായിക്കണ്ടായി. വഹാദ ജിൻസുൻ യശ്മിലു കുല്ല ഖൗലിൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ ആയത്തിന്റെ വ്യാഖ്യാനം തുടങ്ങിയത്. അല്ലദീന യസ്തമിഊനൽ ഖൗൽ, അവർ അൽ ഖൗൽ കേൾക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ആ അല്ല് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് ലിൽ ഇസ്തിഗ്റാഖിന്റെ അല്ലാണ്. അഥവാ ഖൗലിന്റെ ജിൻസിൽപ്പെട്ട ഖൗലിന്റെ വർഗത്തിൽപ്പെട്ട എല്ലാം കേൾക്കണം. ഫഹും യസ്തമിഊന ജിൻസൽ ഖൗൽ, അവർ ശ്രദ്ധാപൂർവം കേൾക്കുന്നത് ജിൻസുൽ ഖൗലാണ്. ഖൗൽ എന്ന് പറയുന്നതിലെ
എല്ലാ ഇനത്തെയുമാണ്. എല്ലാത്തരം വാക്കുകളും ഹക്കും ബാത്തിലും സത്യവും അസത്യവും കൂട്ടിക്കുഴച്ച് കിടക്കുന്നതും എല്ലാം കേൾക്കണം. ലിയുമയ്യിസു, എന്നിട്ട് അവർ വേർതിരിക്കണം. ബൈനമാ യംബഗി ഈസാറുഹു മിമ്മാ യംബഗി ഇജ്തിനാബുഹു, ഏതാണ് നമ്മൾ മുൻഗണന കൊടുത്ത് തിരഞ്ഞെടുക്കേണ്ടത്, ഏതിനെയാണ് നാം ഇജ്തിനാബ് ചെയ്യേണ്ടത്, വർജിക്കേണ്ടത് എന്ന് വേർതിരിക്കുന്നതിന് വേണ്ടി. ഇതിങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ അതിലൊരു അബദ്ധമില്ല എന്ന് തോന്നാം. യഥാർത്ഥത്തിൽ അബദ്ധമാണ്. മനുഷ്യബുദ്ധിക്ക് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഹക്കും ബാത്തിലും ഏത് എന്നത്. അള്ളാഹു തന്നെയാണ് നിശ്ചയിച്ചു തരുന്നത്. അവനാണ് നമുക്കത് വേർതിരിച്ചു തരുന്നത്. അത് വേർതിരിച്ചു തരാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക എന്നതാണ് ഒരു മുഅ്മിനായ വിശ്വാസിയായ മനുഷ്യന്റെ ബാധ്യത. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ആ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയിൽ, ദുആയിൽ തന്നെ ഈ കാര്യമാണ് ഉൾക്കൊള്ളുന്നത്. അല്ലാതെ നമ്മുടെ ബുദ്ധിയെ അല്ലെങ്കിൽ നമ്മുടെ യുക്തിയെ ഈ കാര്യം ഏൽപ്പിക്കുകയും ബുദ്ധിയെയും യുക്തിയെയും അവലംബിക്കുകയും ചെയ്യുക എന്നത് പിന്നീട് കടന്നു വന്നിട്ടുള്ള നൂതനമായ ഒരു ആശയമാണ്. ഇസ്ലാമിന്റെ മൗലികമായ അടിസ്ഥാനപരമായ ആശയമല്ല എന്നർത്ഥം. വലവിത്തബഅൽ ഹഖ് വഹുവാഅഹും ലഫസദത്തിസ് സമാവാതു വൽ അർളു വമൻ ഫീഹിൻ. ഹഖ് അവരുടെ അഹ്വാഇനെയാണ്, അവരുടെ അഭീഷ്ടങ്ങളെയാണ് പിന്തുടരുന്നത് എങ്കിൽ ഓരോരുത്തർക്കും നല്ലതെന്ന് തോന്നുന്നത് അവർ തിരഞ്ഞെടുക്കുന്നു, സത്യാസത്യത്തെ അവർ വിവേചിക്കുന്നു എന്ന സ്ഥിതിയുണ്ടായാൽ ലഫസദത്തിസ് സമാവാതു വൽ അർള്, ഒന്നും നിലനിൽക്കില്ല. ആകാശം തകരാറായി പോകും, ഭൂമി തകരാറായി പോകും, ഉപരിലോകങ്ങൾ നശിച്ചു പോകും, കീഴ്ലോകങ്ങൾ തകർന്നടിയും. വമൻ ഫീഹിൻ, അവയിലുള്ള മുഴുവൻ ചരാചരങ്ങളും നശിച്ചു പോവുക തന്നെ ചെയ്യും. മറിച്ച് ബല്ലത്തൈനാഹും ബിദിക്രിഹിം, ഏതാണ് നല്ലത് ഏതാണ് തിന്മ എന്നത് അവർക്ക് നാം തന്നെ കൊണ്ടുവന്നു കൊടുത്തിരിക്കുന്നു. അവരത് പിന്തുടരുകയേ വേണ്ടൂ. അത് വേർതിരിക്കാൻ, അത് നിശ്ചയിക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് നൽകിയിട്ടില്ല. ഇതാണ് ഖുർആനിൽ അല്ലാഹു സമർത്ഥിക്കുന്നത്. ഫലിഹാദാ മിൻ ഹസ്മിഹിം വഅഖ്ലിഹിം, അതുകൊണ്ട് തന്നെ അവരുടെ വിവേകത്തിന്റെയും ബുദ്ധിയുടെയും അവരുടെ വിവേകപൂർവമായ നടപടിയുടെ ബുദ്ധിപൂർവമായ സമീപനത്തിന്റെ ഭാഗമാണ് അന്നഹും യത്തബിഊന അഹ്സനഹു, ആ വചനങ്ങൾ എല്ലാം കേട്ടിട്ട് ആ വചനങ്ങളിൽ നിന്ന് നല്ലത് പിന്തുടരുക എന്നുള്ളത്. വഅഹ്സനുഹു അലൽ ഇത്ലാഖ്, വചനങ്ങളിൽ ഏറ്റവും നല്ല വചനം, ഏറ്റവും ഉദാത്തമായ വചനം അലൽ ഇത്ലാഖ്, മൊത്തത്തിൽ കലാമുല്ലാഹി വ കലാമു റസൂലിഹി, അള്ളാഹുവിന്റെ വചനമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ വചനമാണ്. അത് സത്യമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി അദ്ദേഹം പറയുന്ന വ്യാഖ്യാനങ്ങൾ അത് പഴുതില്ലാത്ത കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ആദ്യത്തിലുള്ള ഈ ഭാഗം പഠിച്ചു പോയിട്ടുണ്ട്. മറിച്ച് തെറ്റായ കാര്യങ്ങൾ കേൾക്കരുത് എന്നുള്ളതാണ് അഹ്ലുസുന്ന വൽ ജമാഅ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ 1-2 ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മാത്രമല്ല, ഈ ആയത്തുകളെയും ഹദീസുകളെയും അങ്ങനെ തന്നെയാണ് നമ്മുടെ സച്ചരിതരായ സലഫുകൾ, മുൻഗാമികൾ, ഇമാമിങ്ങൾ, പണ്ഡിതന്മാർ മനസ്സിലാക്കി പോകുന്നത്. ഷാമിലുണ്ടായിരുന്ന ഇമാം അബ്ദുറഹ്മാൻ അൽ ഔസാഇ റഹിമഹുല്ലാ, അദ്ദേഹത്തോടൊരിക്കൽ ഒരാൾ പറഞ്ഞു, ഞാൻ നല്ല ആളുകളുടെ കൂടെ ഇരിക്കും, ഞാൻ ബിദ്അത്തിന്റെ ആളുകളുടെയും കൂടെ ഇരിക്കും, എല്ലാം കേൾക്കും, കേട്ടിട്ട് അതിൽ നിന്ന് ഏതാണ് അഹ്സൻ ഏതാണ് ഉത്തമം അത് ഞാൻ വേർതിരിക്കും എന്ന് ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, ഈ മനുഷ്യൻ, നിങ്ങൾ ഈ പറയുന്ന മനുഷ്യൻ, അയാൾ ചെയ്യുന്നത് യുസാവി ബൈനൽ ഹഖ് വൽ ബാത്തിൽ, സത്യത്തെയും അസത്യത്തെയും സമീകരിക്കുകയാണ്, രണ്ടും ഒരുപോലെയാണ് എന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തെയും അസത്യത്തെയും ഒന്നായിട്ട് കാണുന്നു, സമീകരിക്കുന്നു. എന്നാൽ അള്ളാഹു ആ കാര്യം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്തതാണ്. ഇത്തരം കാര്യങ്ങളെ
അടിസ്ഥാനപരമായി തന്നെ നിരാകരിക്കുന്നതാണ് ഖുർആനിൽ വന്നിരിക്കുന്ന പരാമർശങ്ങൾ. അള്ളാഹു പറഞ്ഞു, വമായസ്തവിൽ അഅ്മാ വൽ ബസീർ, അന്ധനും കാഴ്ചശക്തിയുള്ളവനും സമമാവില്ല. വലല്ലുലുമാതു വലന്നൂർ, ഇരുട്ടുകളും വെളിച്ചവും സമമാവില്ല. വലല്ലില്ലു വലൽ ഹറൂർ, അതുപോലെ തന്നെ നിഴലും വെയിലും, നിഴലും അതുപോലെ തന്നെ ചൂടും വെയിലും അത് സമമാവില്ല. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ജീവനുള്ളവയും ജീവനില്ലാത്തവയും സമമാവില്ല. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാഉ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ കേൾപ്പിക്കുന്നു. താങ്കൾ ഒരിക്കലും ഖബറുകളിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ആളുകളെ കേൾപ്പിക്കുകയില്ല. ഇവിടെ ആദ്യ ഭാഗത്ത് അല്ലാഹു നിരാകരിക്കുന്നത് ഇത് രണ്ടും രണ്ട് തന്നെയാണ്. അത് രണ്ടും സമല്ല. അഅ്മാ വൽ ബസീർ, അള്ളുലുമാതു വന്നൂർ, അള്ളില്ലു വൽ ഹറൂർ, അൽ അഹ്യാഉ വൽ അംവാത്, ഇത് സമല്ല. അവയെ സമീകരിക്കാൻ ശ്രമിക്കരുത്. ഇമാം ഔസാഇ പറഞ്ഞതുപോലെ യുസാവി ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹഖും ബാത്തിലും തമ്മിൽ സമീകരിക്കുകയാണോ, ഒരുപോലെയാണെന്ന് വെക്കുകയാണോ അദ്ദേഹം? അയാൾ അങ്ങനെയാണോ ചെയ്യുന്നത്? അത് ദീനിന്റെ ഒരു ശരിയായ നിലപാട് അല്ല എന്നർത്ഥം. അതിനുശേഷം പറഞ്ഞു, ഉത്തമമായത് പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ശൈലി. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് വരാനിരിക്കുന്നു. 25-ാമത്തെ ആയത്തോ മറ്റോ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് അഹ്സനുൽ ഹദീസ്, വചനങ്ങളിൽ ഉദാത്തമായ വചനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫയത്തബിഊന അഹ്സന, അപ്പൊ അൽഖൗൽ കേൾക്കുമെന്ന് പറഞ്ഞാൽ ആ അൽഖൗലിന്റെ അർത്ഥം എന്താണ്? അത് ഡിഫൈൻ ചെയ്യാണ്. എല്ലാ വാക്കുകളും എന്ന് ഉൾക്കൊള്ളുകയല്ല, മറിച്ച് വചനങ്ങളിൽ നിന്ന് പ്രത്യേകമായ വചനങ്ങൾ, കേൾക്കേണ്ട വചനങ്ങൾ, സത്യത്തിന്റെ വചനങ്ങൾ, അള്ളാഹു ഇറക്കിക്കൊടുത്ത വചനങ്ങൾ, ആ വചനങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കും. അള്ളാഹു ഒരു കാര്യം ഇറക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമൂഹത്തെ പഠിപ്പിച്ചാൽ, അത് മനുഷ്യരാശിക്ക് കൈമാറിയാൽ, ആ വചനങ്ങളാണ് അൽ ഖൗൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വചനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രത്യേക ഇനത്തെ ഡിഫൈൻ ചെയ്യാൻ വന്നിരിക്കുന്ന തഅരീഫിന്റെ അലിഫും ലാമുമാണത്. അല്ലദീന യസ്തമിഊനൽ ഖൗൽ, അവർ അൽ ഖൗലാണ് കേൾക്കുക. ഐ ഖാലല്ലാഹു വഖാല റസൂലുഹു, അതാണ് അൽ ഖൗൽ. അതവർ ശ്രദ്ധാപൂർവം കേൾക്കും. അത് ഫയത്തബിഊന അഹ്സനഹു, അങ്ങനെ വചനങ്ങളിലെ ഏറ്റവും ഉദാത്തമായ വചനമായ അള്ളാന്റെ വഹ്യ് അത് അവർ പിന്തുടരുകയും ചെയ്യും. ഈ ഉദാത്തമായ വചനം എന്ന് അഹ്സൻ എന്ന് എവിടെ പറഞ്ഞാലും, അഹ്സനുൽ ഖൗൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. അഹ്സനുൽ ഹദീസ് എന്ന് പറയുന്നത് അള്ളാഹുവാണ് ഇറക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നിടത്തും അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് നാം തൗറാത്ത് കൈമാറി. അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞു, ഹുദൂ ബി അഹ്സനി, ആ തൗറാത്താകുന്ന ഉത്കൃഷ്ട വചനത്തെ, ഉദാത്തമായ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നാണ് പറഞ്ഞത്. അല്ലാതെ തൗറാത്തിൽ കുറെ നല്ലതുണ്ട്, ചീത്തയുണ്ട്, അതിൽ ചീത്ത നിങ്ങൾ വെടിഞ്ഞിട്ട് നല്ലത് പിന്തുടരൂ, അങ്ങനത്തെ ഒരു ആശയമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നാട്ടിൽ കേൾക്കുന്ന എല്ലാം നിങ്ങൾ കേൾക്കൂ, എല്ലാ വചനവും പറയപ്പെടുന്ന മുഴുവൻ വാക്കും കേൾക്കൂ, അതിൽ നിന്ന് നല്ലത് നിങ്ങൾ തിരഞ്ഞെടുക്കൂ എന്നല്ല ഈ പറയുന്നത്. നാട്ടിൽ പറയുന്ന എല്ലാ വാക്കും കേൾക്കാനല്ല, മറിച്ച് അഹ്സനുൽ ഹദീസ് അള്ളാഹ് ഇറക്കിയിട്ടുണ്ട്. ആ അഹ്സനുൽ ഹദീസ് കേൾക്കുകയും അത് നിങ്ങൾ പിന്തുടരുകയും ചെയ്യുക. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടുള്ളത്. വഅഹ്സനുഹു അലൽ ഇത്ലാഖ്, അഹ്സനുൽ കലാം, കലാമിൽ ഏറ്റവും ഉദാത്തമായത് അലൽ ഇത്ലാഖ്, മൊത്തത്തിൽ നിരുപാധികമായി പറഞ്ഞാൽ ആ വചനം, ഉദാത്തമായ വചനം കലാമുല്ലാഹി വ കലാമു റസൂലിഹി, ഐ ഖാലല്ലാഹ് വ ഖാല റസൂലുഹു, ഇതാണ് ഉദാത്തമായ വചനം. കമാ ഖാല ഫി ഹാദിഹി സൂറ, ഇക്കാര്യത്തിലേക്ക് സൂറത്തു സുമറിൽ തന്നെ അള്ളാഹു സൂചന നൽകിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്, വചനങ്ങളിൽ ഉദാത്തമായ വചനം അത് അള്ളാഹ് ഇറക്കിയതാണ്. കിതാബൻ മുതശാബിഹൻ, അത് അള്ളാഹു ഗ്രന്ഥരൂപത്തിൽ ഇറക്കിയതാണ്, എഴുതി വെക്കും, അതിന് ലിപികളുണ്ട്. അത് ഖുർആനൻ തഖറഊഹു,
നിങ്ങൾക്ക് വായിക്കാവുന്ന, ശബ്ദത്തോടു കൂടി വായിക്കാവുന്ന, പാരായണം ചെയ്യാവുന്ന ഗ്രന്ഥമാണ്. അത് മുത്തശാബിഹൻ, അതിലെ വചനങ്ങൾ ഒന്നൊന്നിനോട് സാദൃശ്യം തോന്നുന്ന വചനങ്ങളാണ്. അതാണ് അള്ളാഹ് ഇറക്കിയിട്ടുള്ള ഖുർആനാണ്, അള്ളാഹ് ഇറക്കി കൊടുത്തിട്ടുള്ള വഹയാണ് അഹ്സനുൽ ഹദീസ്. അതവർ കേൾക്കും, അതവർ പിന്തുടരും എന്നാണ് പറയുന്നത്. വഫി ഹാദിഹിൽ ആയത്തി നുക്തത്തുൻ, ഈ വചനത്തിൽ നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു പ്രധാനപ്പെട്ട നുക്തയുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. വഹിയ, ആ നുക്ത, ആ പോയിന്റ്, ആ ഫായിദ എന്താണെന്ന് ചോദിച്ചാൽ, അന്നഹു ലമ്മ അഖ്ബറ അൻ ഹഉലാഇൽ മംദൂഹീൻ, അല്ലാഹു അവനിവിടെ പ്രശംസിച്ചിട്ടുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ, ലമ്മ അഖ്ബറ അല്ലാഹ് നമുക്ക് വിവരം നൽകിയപ്പോൾ, പറഞ്ഞപ്പോൾ, ആരെക്കുറിച്ച്? അൻ ഹഉല, ഇത്തരക്കാരെ കുറിച്ച്. അഥവാ അള്ളാഹു ഇറക്കിയിട്ടുള്ള വചനങ്ങൾ കേൾക്കുകയും ആ ഉദാത്തമായ വചനങ്ങൾ പിന്തുടരുകയും ചെയ്യുന്ന ആളുകൾ, അവരെ അള്ളാഹു പ്രശംസിച്ചപ്പോൾ, അന്നഹും യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന, എന്താണ് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രശംസ? അത് ഇതാണ്, അവർ യസ്തമിഊനൽ ഖൗൽ, അവർ അള്ളാഹു ഇറക്കിയിട്ടുള്ള വചനങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നവരാണ്. ഫയത്തബിഊന അഹ്സന, അവനിറക്കിയിട്ടുള്ള ഉദാത്തമായ വചനങ്ങളെ അത് വിട്ടുവീഴ്ചയില്ലാതെ പിന്തുടരുന്നവരാണ്. കഅന്നഹു ഖീൽ, ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിവക്ഷിക്കുന്നത്, അതിന്റെ വ്യംഗ്യാർത്ഥം ഇങ്ങനെയാണ്: ഹൽ മിൻ ത്വരീഖിൻ ഇലാ മഅരിഫത്തി അഹ്സനിഹി ഹത്താ നത്തസിഫ ബിസിഫാത്തി ഉലിൽ അൽബാബ്. ഹൽ മിൻ ത്വരീഖിൻ, ഏതെങ്കിലും ഒരു വഴിയുണ്ടോ? ഇലാ മഅരിഫത്തി അഹ്സനിഹി, വചനങ്ങളിൽ ഏറ്റവും ഉദാത്തമായ വചനം ഏത് എന്ന് മനസ്സിലാക്കാൻ. ഹത്താ നത്തസിഫ, അങ്ങനെ നമുക്കും ആ ഗുണവിശേഷണം സ്വീകരിക്കാം. ഏത് ഗുണവിശേഷണം? ബിസിഫാത്തി ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകളുടെ ഗുണവിശേഷണമായി ഇവിടെ പറഞ്ഞിട്ടുള്ള ആ ഗുണവിശേഷണം നമുക്കും സ്വീകരിക്കാമല്ലോ. അതിന് വല്ല വഴിയുമുണ്ടോ? വഹത്താ നഅരിഫ അന്നമൻ ആസറഹു ഇൽമുന അന്ന മിൻ അസരിഹി ഇൽമുന അന്നഹു മിൻ ഉലിൽ അൽബാബ്, അത് മുഖേന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്കറിയാം, അന്ന മിൻ അസരിഹി, ആ അതിന്റെ ഗുണത്തിൽപ്പെട്ടതാണ്, അതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ഇൽമുന അന്നഹു മിൻ ഉലിൽ അൽബാബ്, അയാൾ ഉലുൽ അൽബാബിൽപ്പെട്ട ബുദ്ധിമാന്മാരിൽപ്പെട്ടവനാണ് എന്ന്. ഖീല നഅം, അതെ ഉണ്ട്, അതിനൊരു വഴിയുണ്ട്. ഉലുൽ അൽബാബിന്റെ ഗുണവിശേഷം എന്താണ്? ആ ഗുണവിശേഷം നമ്മളും സ്വീകരിച്ചാൽ നമ്മളും ബുദ്ധിയുള്ളവരായി തീരും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനുള്ള വല്ല വഴിയുണ്ടോ? ഉണ്ട്. നഅം അഹ്സനുഹു മാ നസ്സല്ലാഹു അലൈഹി, ആ വഴി മനസ്സിലാക്കാനുള്ള വഴി അള്ളാഹു തന്നെ നസ്സായി, കൃത്യമായ വാക്കുകളിൽ അള്ളാഹ് നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ. സൂറത്തു സുമറിൽ തന്നെ വരാനിരിക്കുന്ന ആയത്ത്. നിങ്ങൾ വചനങ്ങൾ പിന്തുടരേണ്ട വചനങ്ങൾ, കേൾക്കേണ്ട വചനങ്ങൾ, കേൾക്കുകയും പിന്തുടരുകയും ചെയ്യേണ്ട വചനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അള്ളാഹു ഇറക്കി തന്ന വചനങ്ങളാണ്. അത് നിങ്ങൾക്ക് ഗ്രന്ഥരൂപത്തിൽ കിട്ടുന്നതാണ്, അത് നിങ്ങൾക്ക് പാരായണം ചെയ്യാവുന്നതാണ്, അത് അള്ളാഹു തന്നെ സംരക്ഷിച്ച് നിലനിർത്തുന്നതാണ്. അത് ലിപികളിലും ശബ്ദത്തിലും നിലനിർത്തുന്നത് പോലെ അത് ജീവിതത്തിൽ, മനുഷ്യന്റെ ജീവിതത്തിൽ ജീവിക്കുന്ന പ്രതികളായി ഖിയാമത്ത് നാൾ വരെ ഒരു ന്യൂനപക്ഷത്തെയെങ്കിലും അള്ളാഹു ഇവിടെ സ്ഥാപിക്കുന്നതാണ്. കിതാബൻ മുതശാബിഹൻ, അതിലെ വചനങ്ങൾ വായിച്ചു നോക്കിയാൽ ഒന്നൊന്നിനോട് സാദൃശ്യം തോന്നുന്ന മനോഹരമായ സൗന്ദര്യമുള്ള സാഹിത്യ ഭംഗിയുള്ള സുഭഗതയുള്ള വചനങ്ങളാണ്. ആ വചനങ്ങൾ നിങ്ങൾ പിന്തുടരുക. അല്ലദീന യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊന അഹ്സന, അല്ലാഹു ഇറക്കിയിട്ടുള്ള വചനം ശ്രദ്ധാപൂർവം കേൾക്കുകയും ആ ഉദാത്തമായ വചനത്തെ പിന്തുടരുകയും ചെയ്യുന്നവർ ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടുള്ളത്. ഹിദായത്തിന്റെ കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഹിദായത്ത് എന്ന് പറയുന്നത് അത് പ്രോസസ്സ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ ഒട്ടുമേ അഹങ്കാരമില്ലാതെ വിനയം ഉൾക്കൊള്ളുന്നവനാണ്. മുൻവിധികളും പക്ഷപാതവുമില്ലാതെ അയാൾ സത്യം അന്വേഷിക്കുന്നവനാണ്. അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തിലേക്ക് എത്താനുള്ള കുറെ ചൂണ്ടുപലകകൾ, അതിനുള്ള വഴികൾ അല്ലാഹു അവിടെ കൊടുത്തിട്ടുണ്ട്. അത് പെട്ടതാണ് പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ,
അതിൽപ്പെട്ടതാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ള വചനങ്ങൾ, അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ, അതിൽപ്പെട്ടതാണ് അള്ളാഹു നിയോഗിച്ചിട്ടുള്ള അവന്റെ ദൂതന്മാർ. ദൂതന്മാരിലൂടെ അവനിറക്കിയ ഗ്രന്ഥങ്ങളിലൂടെ, ആ ഗ്രന്ഥങ്ങളും ആ സന്ദേശങ്ങളും നിലനിർത്തുന്ന പണ്ഡിതന്മാരിലൂടെ, അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലും ഓരോരുത്തരുടെയും ആത്മാക്കളിൽ തന്നെയും അള്ളാഹു സ്ഥാപിച്ചു വച്ചിരിക്കുന്ന പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളിലൂടെ ഒരാൾക്ക് അള്ളാഹുവിലേക്ക്, അവന്റെ ദീനിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു. അത് അയാൾ മനസ്സിലാക്കുമ്പോൾ ആ അറിവ് ഈമാനായിത്തീരുന്നു. ആ ഈമാൻ വീണ്ടും കനത്തു വരുമ്പോൾ അത് യഖീനായിത്തീരുന്നു. അങ്ങനെ യഖീനായി ഉറച്ചു വിശ്വസിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു നിക്ഷേപിക്കുന്ന, അള്ളാഹു ഇട്ടുകൊടുക്കുന്ന ഒരു പ്രകാശമാണ്, അള്ളാഹുവിന്റെ ഒരു ദാനമാണ് ഹിദായത്ത്. അവർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകുന്നത്. അള്ളാഹ് അവർക്ക് ഉലൈകല്ലദീന ഹദാഹുമുള്ള, അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകിയിരിക്കുന്നു. അള്ളാഹ് അവരെ നേർവഴി ചേർത്തിരിക്കുന്നു. ഏതിലേക്കാണ് അള്ളാഹു അവരെ നേർവഴി ചേർത്തിരിക്കുന്നത്? ലിയഹ്സനിൽ അഖ്ലാഖ് വൽ അഅ്മാൽ, അവരുടെ അഖ്ലാഖുകൾ, സ്വഭാവങ്ങൾ, മനോഭാവങ്ങൾ, മനോഘടനകൾ, മനോനിലകൾ അത് ഏറ്റവും ഉത്തമമായതായിരിക്കും. ഖുർആനും അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ഹദീസുകളും, ശരിയായ ഹദീസുകൾ, ഖുർആൻ അതൊരാൾ നിരന്തരം വായിച്ചാൽ, അത് പഠിച്ചുകൊണ്ടിരുന്നാൽ, ആ വചനങ്ങളിൽ വന്നിരിക്കുന്ന ആശയങ്ങൾ ഒരാൾ സ്വാംശീകരിച്ചു തുടങ്ങിയാൽ, അയാളുടെ ദുആ കൊണ്ട്, അയാളുടെ പരിശ്രമങ്ങൾ കൊണ്ട് അയാളുടെ മനോഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അയാളുടെ മനോഘടന തന്നെ മാറിപ്പോകുന്നു. തെറ്റായ രൂപത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ നേർവഴിയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ ആ മനോഭാവം, ആ സ്വഭാവം, ആ മനോനില അത് പരിഷ്കരിക്കപ്പെടുകയും അത് വേണ്ട വിധത്തിൽ അള്ളാഹ് അതിനെ സൃഷ്ടിച്ച ആ ആദ്യ അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇതാണ് അതിന്റെ ഒന്നാമത്തെ അവസ്ഥ. അഹ്സനുൽ അഖ്ലാഖ്, ഏറ്റവും നല്ല മനോനിലയിലേക്ക്, നല്ല സ്വഭാവത്തിലേക്ക് അള്ളാഹു അവനെ വഴി ചേർക്കും. വൽ അഅ്മാൽ, അതിന്റെ അനന്തരഫലം എന്താണ്? ഒരാളുടെ മനസ്സും മനസ്സിന്റെ ഭാവവും അത് പരിഷ്കരിക്കപ്പെടുന്നതോടുകൂടി, സംസ്കരിക്കപ്പെടുന്നതോടുകൂടി അയാളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അത് വാക്കുകളാകട്ടെ, പ്രവർത്തനങ്ങളാകട്ടെ, സമീപനങ്ങളാകട്ടെ, എല്ലാം തന്നെ നല്ലതായി തീരുകയും ചെയ്യുന്നു. ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരാശയമായി ഖുർആനിനെ, അതുപോലെ തന്നെ ഹദീസിനെ കാണാനും ഉൾക്കൊള്ളാനും നമുക്ക് പറ്റണം എന്നാണ് ഇതിന്റെ അർത്ഥം. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഫർളായ നമസ്കാരത്തിനും സുന്നത്തായ നമസ്കാരത്തിനും ആദ്യം തുടങ്ങാനുള്ള പ്രാർത്ഥനയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ദുആഉൽ ഇസ്തിഫ്താഹിൽ തന്നെ ഈ കാര്യം ഉൾക്കൊള്ളിക്കുകയും നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി കൽപ്പിക്കുകയും ചെയ്തു. വഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത വസ്രിഫ് അന്നി സയ്യിഅഹാ ലാ യസ്രിഫു അന്നി സയ്യിഅഹാ ഇല്ലാ അൻത വജ്ഹതു വജ്ഹിയ എന്ന് തുടങ്ങുന്ന ദുആഉൽ ഇസ്തിഫ്താഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആ ദുആ ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. വഹ്ദിനി, എനിക്ക് നീ വഴി കാണിച്ചു തരണം, എന്നെ നേർവഴിയെ ചേർക്കണം. ലി അഹ്സനിൽ അഖ്ലാഖ്, സ്വഭാവങ്ങളിൽ, മനോഭാവങ്ങളിൽ, മനോനിലകളിൽ, മനോഘടനയിൽ ഏറ്റവും ഉദാത്തമായതേതോ അതിലേക്ക് നീ എന്നെ ചേർക്കണം. ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത, അങ്ങനെ ഏറ്റവും ഉത്തമമായ മനോഭാവത്തിലേക്ക്, സ്വഭാവത്തിലേക്ക് ചേർക്കാൻ നിനക്കല്ലാതെ ആർക്കും കഴിയില്ല റബ്ബേ. കാരണം ഈ മനസ്സിന്റെ അധിപൻ നീയാണ്. ഖുലൂബുൽ മുഅ്മിനീൻ, ഖുലൂബുൻ നാസ്, ജനഹൃദയങ്ങൾ അവരുടെ കൈകളിലല്ല, മറിച്ച് ബൈന ഉസ്ബുഐനി മിൻ അസാബിഇർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. യുഖല്ലിബുഹാ ഹൈസു യശാ, മനസ്സിനെ അവൻ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അവൻ ഉദ്ദേശിക്കുന്നിടത്ത്, അവൻ ഇച്ഛിക്കുന്ന വിധത്തിൽ മനസ്സിനെ അവൻ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനോട് താഴ്മയോടെ, വിനയത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കാനേ നിവൃത്തിയുള്ളൂ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം.
നിന്നെ വഴിപ്പെട്ട് ജീവിക്കുന്ന, നല്ലവനായ ഒരു അടിയാനായി ദാസനായി ജീവിക്കുന്ന, നിനക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ഹൃദയത്തെ നീ കൈകാര്യം ചെയ്യണം, നീ നയിക്കണം. ഇതേ നിവൃത്തിയുള്ളൂ. അള്ളാഹിനോട് ദുആ ചെയ്യുക. വസ്രിഫ് അന്നി സയ്യഹ, വസ്രിഫ് അന്നി, എന്നിൽ നിന്ന് നീ തെറ്റിച്ച് കളയണം, എന്നിൽ നിന്ന് നീ അവർട്ട് ചെയ്ത് വിടണം, തെറ്റിച്ച് കളയണം. സയ്യഹ, സ്വഭാവങ്ങളിൽ, മനോനിലകളിൽ, മനോഭാവങ്ങളിൽ, മനോഘടനയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും മോശമായ സ്വഭാവങ്ങൾ, അത് എന്നെ ബാധിപ്പിക്കരുത്, എന്നിൽ നിന്ന് നീ തെറ്റിച്ച് കളയണം. വലാ യസ്രിഫു അന്നി വസ്രിഫു അന്നി സയ്യഹ ലാ യസ്രിഫു അന്നി സയ്യഹ ഇല്ല അൻത്, അതിൽ നിന്ന്, അത്തരം തെറ്റായ സ്വഭാവങ്ങളിൽ നിന്ന് എന്നെ തിരിച്ചു കളയാൻ ആരുമേയില്ല, ആർക്കുമേ സാധ്യമല്ല, നിനക്കല്ലാതെ. ലബ്ബൈക വസഅദൈക, നിനക്കുള്ള താഴത്തിൽ, നിനക്കുള്ള അനുസരണത്തിൽ ഞാൻ ഇതാ ഉറച്ചു നിൽക്കുന്നു, അതിൽ തന്നെ ഞാൻ തുടർന്നു പോകുന്നു. നിനക്ക് വഴിപ്പെടാൻ, നീ പറയുന്ന കാര്യത്തിന് സഹായകമായി നിലകൊള്ളാൻ, അതിന് സഹായകമായി നിന്റെ ദീനിന്റെ അനുശാസനകൾക്ക്, കൽപ്പനകൾക്ക് യോജിച്ചു നിൽക്കാൻ, അതിന് അനുയോജ്യമായി നിലനിൽക്കാൻ ഞാൻ എന്നുമേ തയ്യാറാണ് എന്നാണ് അതിനുശേഷം അള്ളാഹ്ക്ക് വാക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ ദുആ ചെയ്യണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, മനസ്സിനെ അതിനുവേണ്ടി പാകപ്പെടുത്തണം. ബോധപൂർവം സ്വഭാവം പരിഷ്കരിക്കാനും സംസ്കരിക്കാനുമുള്ള ശ്രമം വേണം. അള്ളാഹിനോട് ദുആ ചെയ്യണം. ഇതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഹദാഹുമുല്ലാഹു ലിഅഹ്സനിൽ അഖ്ലാഖ് വൽ അഅ്മാൽ, അഹ്സനുൽ അഖ്ലാഖിലേക്കും അഹ്സനുൽ അഅ്മാലിലേക്കും അള്ളാഹു അവരെ വഴി ചേർത്തിരിക്കുന്നു. കാരണം അവരെല്ലാം കേൾക്കുന്നവരല്ല. അള്ളാഹ് ഇറക്കിയത് നല്ലതു മാത്രം മനുഷ്യർക്ക്, നല്ലതു മാത്രം കേൾക്കുന്നു. ആ നല്ലതിനെ അവർ വിട്ടുവീഴ്ചയില്ലാതെ പിന്തുടരുന്നു. അവരെ അള്ളാഹു അഖ്ലാഖിലേക്ക് ചേർക്കുന്നു. ഇനി നല്ലതല്ലാത്ത എല്ലാം കേട്ട് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താ? ഇബ്നു സിരീൻ, മഹാനായ ഇബ്നു സിരീൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ഖദറിനെ നിഷേധിച്ചുകൊണ്ട് ഒരാള് ഖദറിനെ കുറിച്ചിട്ട് സംശയം ജനിപ്പിക്കുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ ഖളാ ഖദറിനെ കുറിച്ച് അള്ളാഹ് എല്ലാ കാര്യങ്ങളും മുൻനിർണയം നടത്തിയിരിക്കുന്നു, അവൻ വിധിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന വിശ്വാസത്തിൽ സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞത്, നീ ഒന്നുകിൽ ഇപ്പം എൻ്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് പോകണം, അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ നിന്ന്, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകും, അല്ലാണ്ട് നിന്റെ ഈ വർത്താനം കേൾക്കാൻ ഞാൻ ഇരിക്കില്ല. കാരണം നീ പറയുന്ന ഇത്തരം സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, വസ്വാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കയറിയാൽ അത് നിനക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കാനാണ് എനിക്ക് പ്രയാസം ഉണ്ടാകുക. പിന്നെ എനിക്കത് പുറത്താക്കാൻ കഴിയുമെന്ന് അറിയില്ല. നിന്നെ പുറത്താക്കാൻ, അല്ലെങ്കിൽ നിന്റെ അടുത്ത് നിന്ന് പുറത്തു പോകാൻ എനിക്ക് എളുപ്പമാണ്. അല്ലാതെ എല്ലാ ചപ്പും ചവറും കേട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ തിരിച്ച് നമുക്ക് വേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ള ആശയം, അത് തെറ്റായ ഒരു ആശയമാണ്. അത് വിശ്വാസത്തിന്റെ താല്പര്യങ്ങൾക്കും വിശ്വാസത്തിന്റെ ശാഖകൾക്കും വിരുദ്ധമാണ്. വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഹദീസിൽ പ്രത്യേകമായ ഒരു സ്പെഷ്യൽ റെഫറൻസ് കൊടുത്തത് വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഹയാ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഈമാനിന്റെ ഒരു ശാഖയാണ്, ഒരു ബ്രാഞ്ചായിട്ടാണ് ഹയാഇനെ പരിചയപ്പെടുത്തിയത്. ഹയാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തൊരാണ് വരുമ്പോൾ ഒരു പെണ്ണ്, ഇപ്പുറത്തൊരു പെണ്ണ് മുഖം ഇങ്ങനെ മക്കനെ കൊണ്ട് മറക്കുന്നതല്ല ഹയാ. ഹയാ അത് ഹിഷ്മത്ത. ഹയാഇനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത് 3 കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്നാമത്തെ കാര്യം, നിന്റെ തലയെ നീ സംരക്ഷിക്കണം. മിമ്മാ വഅ, എന്തൊക്കെയാണ് തലയെ കയറ്റുന്നത്, അത് ഹയാഇന്റെ ഭാഗമാണ്. അനാവശ്യമായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, ദീനിന് വിരുദ്ധമായ തെറ്റായ കാര്യങ്ങളും, നിനക്ക് ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങളും, ചപ്പുചവറുകൾ, സോഷ്യൽ മീഡിയ എന്നർത്ഥം ഒറ്റ വാക്ക് പറഞ്ഞാൽ, അത് തലേ കയറ്റുന്നതിനേക്കാൾ, അത് തലേ കയറ്റുക എന്ന് പറഞ്ഞാൽ അത് ലജ്ജല്ലാതാകുന്ന ഒരു പരിപാടിയാണ്. നാണം കെട്ടവൻ, മാനം കെട്ടവൻ, പിന്നെ അവൻ അതിരുകളില്ല, ലക്കുകളില്ല, തോന്നിയ പോലെ എന്തും വിളിച്ചു പറയും, എന്തും കാണിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് നല്ലതല്ലാതെ മറ്റൊന്നും കേൾക്കില്ല. അവർ കേൾക്കുന്നത് ഇസ്തിമഊനൽ ഖൗൽ, അൽ ഖൗലാണ്, ഖാല അല്ലാഹ് ഖാല റസൂലുഹാണ്. ഫയത്തബിഉന ഹസബ്, ആ ഉദാത്തമായ വചനത്തെ വിട്ടുവീഴ്ചയില്ലാതെ പിന്തുടരുന്നവരാണ്. അവരെയാണ് അള്ളാഹു അഹ്സനുൽ അഖ്ലാഖിലേക്ക്, അഹ്സനുൽ അഅ്മാലിലേക്ക് വഴി ചേർത്തിരിക്കുന്നത്.
വഉലൈക ഹും ഉലുൽ അൽബാബ്, അവർ തന്നെയാണ് ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ, കഴമ്പുള്ള ആളുകൾ. ഐ അൽ ഉഖൂൽ അസ്സാക്കിയ, അവരാണ് സംസ്കൃതമായ ഹൃദയത്തിന്റെ, ബുദ്ധിയുടെ, സംവേദനത്തിന്റെ ഉടമകൾ. അഖ്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടൈൻ ചെയ്ത് വെക്കുന്നത് എന്നാണ് നേരെ വാക്കിന്റെ അർത്ഥം. അഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തെ തടഞ്ഞു വെച്ചു. ഒട്ടകത്തെ അല്ലെങ്കിൽ മൃഗത്തെ ഒരു കയറ് കൊണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കെട്ടിയിടുന്ന കെട്ടുകയറിന് അല്ലെങ്കിൽ കാൽത്തളക്ക് അറബിയിൽ പറയുന്ന പേര് ഇഖാല് എന്നാണ്. ഹദീസിൽ കാണും, വല്ലാഹി ലൗ മനഊനി ഇഖാലൻ കാനൂ യുഅദ്ദൂനഹാ ഇലാ റസൂലില്ലാഹ് ലഖാതൽതുഹും അലാ മനഇ. റസൂലുള്ളാഹിക്ക് അവരൊരു കെട്ടുകയർ കൊടുത്തിരുന്നുവെങ്കിൽ, സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ആ മൃഗത്തെ കൊണ്ടുവരാൻ വേണ്ടി ഒരു കയറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കയറ് പോലും എനിക്ക് തന്നോളണം എന്ന് മഹാനായ ഖലീഫത്തുർ റാഷിദ് അബൂബക്കർ സിദ്ദീഖ് അഫ്ളലു ഹാദിഹിൽ ഉമ്മ അദ്ദേഹം പറഞ്ഞ വാക്കിൽ കാണും. അതുപോലെ തന്നെ അഖ്ൽ എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുകയാണ്. അത് തടഞ്ഞു വെക്കുകയാണ്. അത് ആവശ്യമായ കാര്യങ്ങൾ തടഞ്ഞു വെക്കും. എന്നിട്ട് നമ്മളെ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ വിലക്കും, തടഞ്ഞു വെക്കും. അങ്ങനെ രണ്ട് രൂപത്തിൽ തടഞ്ഞു വെപ്പുണ്ട്. അപ്പൊ ആ അഖ്ൽ എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതിനൊക്കെ തടഞ്ഞു വെക്കും, അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ പ്രേരിപ്പിക്കും എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവന് ആവശ്യമുള്ളത് നല്ലത് മാത്രം തലയിൽ കയറ്റുകയും, അത് ഹയാ ആണ്, അത് ഈമാനിന്റെ ശാഖയാണ്, അത് പിടിച്ചു വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ മനുഷ്യനെ നിയന്ത്രിക്കുകയും നല്ല കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് പ്രചോദനം നൽകുകയും ചെയ്യുക എന്നതാണ് അഖ്ലിന്റെ, നല്ല ഒരു ബുദ്ധിയുടെ, നല്ല ഒരു സംവേദനക്ഷമതയുടെ, നല്ല ഒരു സഹൃദയത്വത്തിന്റെ സ്വഭാവം അതാണ്. അവരാണ് ഉഖൂലുൻ സാക്കിയ, സംസ്കൃതമായ മനസ്സുകളുടെ, ഹൃദയങ്ങളുടെ, സംവേദനങ്ങളുടെ ഉടമകൾ. വമിൻ ലുബ്ബിഹിം വഹസ്മിഹിം, അവരുടെ ലുബ്ബിലും ഹസ്മിലും പെട്ടതാണ്. ഇനി ഇവിടുന്ന് ഇമാം സഅദി റഹിമഹുല്ല പറയുന്ന കാര്യം മിക്സാണ്. തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഭാഗം വായിക്കുമ്പോൾ ഒരു വകതിരിവോട് കൂടി തന്നെ നിങ്ങൾ വായിക്കുക. അവന്റെ ബുദ്ധിയിൽപ്പെട്ടതാണ് ലുബ്, അവന്റെ കാമ്പിൽപ്പെട്ടതാണ്. വഹസ്മിഹിം, അത്തരക്കാരുടെ വിവേകത്തിൽപ്പെട്ടതാണ്. അന്നഹും അറഫുൽ ഹസന മിൻ ഗൈരിഹി, അവര് നല്ലത് നല്ലതല്ലാത്തതിൽ നിന്ന് അവർ മനസ്സിലാക്കി, വേർതിരിച്ച് മനസ്സിലാക്കി. വആസറു മാ യൻബഗി ഈസാറുഹു, ഏതിനാണോ മുൻഗണന കൊടുക്കേണ്ടത് അതിന് അവർ മുൻഗണന നൽകി. അലാ മാ സിവാഹു, അതല്ലാത്തവയേക്കാൾ. വഹാദ അലാമത്തുൽ അഖ്ൽ, ഇതൊരു ബുദ്ധിയുടെ അടയാളമാണ്. ബൽ ലാ അലാമ ലിൽ അഖ്ലി സിവാ ദാലിക്, എന്നല്ല, ലാ അലാമത ലിൽ അഖ്ൽ, ബുദ്ധിക്കില്ല ഒരു അടയാളം, സിവാ ദാലിക്, ഇതല്ലാത്ത മറ്റൊരു അടയാളം, നല്ലൊരു ബുദ്ധിയുടെ അടയാളമായി മറ്റൊന്ന് പറയാനില്ല. ഫഇന്നല്ലദീ ലാ യുമയ്യിസു ബൈനൽ അഖ്വാൽ, വാക്കുകൾക്കിടയിൽ വിവേചനം നടത്താൻ, വേർതിരിക്കാൻ കഴിയാത്തത്, ബൈനൽ അഖ്വാൽ ഹുസ്നിഹാ വഖബീഹിഹാ, ഹസനിഹാ വഖബീഹിഹാ, നല്ലതേത് ചീത്തയേത്, പുണ്യമേത് പാപമേത് എന്ന് വേർതിരിക്കാൻ കഴിയാത്ത ഒരു ബുദ്ധി, ലൈസ മിൻ അഹ്ലിൽ ഉഖൂലി സ്വഹീഹ, അത് സഹീഹായ ബുദ്ധിയുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. ഈ വാക്കുകളൊക്കെ മിക്സാണ്. അങ്ങോട്ടും അതിനെ വ്യാഖ്യാനിക്കാം, ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാം. സംശയം ഉടലെടുക്കുന്ന ഒരു കാര്യമാണ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നമുക്ക് കൈമാറിയിട്ടുള്ള രീതികളിൽ, അവർ നമുക്ക് കൈമാറി തന്നിട്ടുള്ള ദീനീ വിശ്വാസങ്ങളിൽ, വിശ്വാസത്തിന്റെ സംഹിതകളിൽ, ഹുസ്നുൽ അഫ്ആലി വഖുബ്ഹുഹ, മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ ഏതാണ് നല്ലത്, ഏതാണ് മോശം, ഏതാണ് പുണ്യം, ഏതാണ് പാപം എന്നുള്ളത് അത് മനുഷ്യബുദ്ധിയല്ല തീരുമാനിക്കുന്നത്. മനുഷ്യബുദ്ധിക്ക് അത് തീരുമാനിക്കാൻ കഴിയില്ല. അതാണ് അലി ബിൻ അബി താലിബ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ തീരുമാനിച്ചു തരൂ. ബൂട്ടിട്ട് നടന്നാൽ ആ ബൂട്ടുമ്മ ചളിയാവുന്നത് താഴത്താണ്. നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കുമ്പോൾ തടവുകയാണെങ്കിൽ തടവേണ്ടത് താഴ്ഭാഗത്താണ്. പക്ഷേ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൂട്ടിന്റെ മുകൾ ഭാഗം തടവുന്നതാണ് കണ്ടത്. അപ്പോ അങ്ങനെ ഒരു ബുദ്ധിക്ക് അതൊന്നും കഴിയില്ല. അത് വേർതിരിക്കുക എന്നുള്ള ബുദ്ധിന്റെ പണിയല്ല. ബുദ്ധിയുടെ പണി എന്ന് പറഞ്ഞാൽ നല്ലത് പറഞ്ഞു കൊടുത്താൽ ആ നല്ലത് മനസ്സിലാക്കാൻ, അത് എപ്പോഴേ ബുദ്ധിക്ക് കഴിയുള്ളൂ. ആ ബുദ്ധി കളങ്കപ്പെട്ടിട്ടില്ലെങ്കിൽ നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് നല്ലതാന്ന് മനസ്സിലാകും. മറിച്ച് ആ ബുദ്ധിയിൽ വേണ്ടാത്തതെല്ലാം കേറി അതെല്ലാം അവിടെ പ്രീ ഒക്കുപ്പൈഡ് ആണെങ്കിൽ
നല്ല കാര്യങ്ങൾ നിങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും ബുദ്ധിക്ക് നന്മയായിട്ട് തോന്നുകയും ചെയ്യൂല. ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറ. അതാണ് ഹദീസിൽ വന്നത്. അങ്ങനെ ബുദ്ധിയിൽ വേണ്ടാത്തത് കേറ്റിക്കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളെ നല്ല കാര്യമായിട്ട് മനസ്സിലാക്കാൻ, ഐഡന്റിഫൈ ചെയ്യാൻ ആ ബുദ്ധിക്ക് പറ്റൂല. വലാ യുൻകിറു മുൻകറ. തെറ്റായ ഒരു കാര്യത്തെ തെറ്റാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ആ ബുദ്ധിക്ക് സാധിക്കാതെ പോവുകയാണ് ചെയ്യുക. അവില്ലദി യുമയ്യിസ്, അവര് സത്യാസത്യങ്ങളെ വിവേചനം ചെയ്യുന്ന ബുദ്ധിയിൽ പെടുകയില്ല. ലാകിൻ ഗലബത്ത് ശഹ്വത്തുഹു അഖ്ലഹു, അവന്റെ അഭീഷ്ടം, അവന്റെ തന്നിഷ്ടം അവന്റെ ബുദ്ധിയെ അതിജയിച്ചിരിക്കുന്നു. ഫബഖിയ അഖ്ലുഹു താബിഅൻ ലിശഹ്വതിഹി, അവന്റെ ബുദ്ധി അവന്റെ ശഹ്വത്തിന്, അവന്റെ അഭീഷ്ടത്തിന്, അവന്റെ ഇച്ഛക്ക് കീഴ്പ്പെട്ടു എന്ന് വരും. ഫലം യുസിറിൽ അഹ്സൻ, അവൻ ഏറ്റവും നല്ലതായ കാര്യത്തെ തെരഞ്ഞെടുത്തില്ല എന്ന് വരും. അങ്ങനെയാകുമ്പോൾ കാന നാഖിസുൽ അഖ്ൽ, അത് ബുദ്ധി കുറഞ്ഞ ഒന്നായി തീരും എന്നാണ് പറഞ്ഞത്. അത് ഈ അവസാനം പറഞ്ഞ ഈ പാരഗ്രാഫ് വമിൻ ലുബ്ബിഹിം മുതൽ കാന നാഖിസുൽ അഖ്ൽ. അതുപോലെ തന്നെ ഹാദാ മിൻ ജിൻസ് ഹാദാ ജിൻസുൻ യശ്മുലു കുല്ല ഖൗലിൻ എന്ന് പറയുന്നതും അല്ലാമത്തു സഅദി അദ്ദേഹം നൽകിയിട്ടുള്ള വ്യാഖ്യാനത്തിൽ അതൊരു വീഴ്ചയുള്ള അല്ലെങ്കിൽ അത് പൂർണ്ണമല്ലാത്ത വചനമാണ്. അഫല്ലാഹു അന്നാ വഅൻ. ആ വാക്കുകൾ അതിന്റെ ഇത്ലാഖിൽ അങ്ങനെ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളത് നമുക്ക് പ്രയാസമുള്ള ഒരു കാര്യമാണ്. അത് ഖുർആനിലെ ഹദീസിലും വന്നിട്ടുള്ള മറ്റ് വചനങ്ങൾക്ക് ഒത്തുപോകാത്ത ആശയം അതിലുള്ളത് ഒഴിവാക്കി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ഇതാണ് അഹ്ലുസുന്നന്റെ രീതി തന്നെ. ഏതൊരു ആലിമാണെങ്കിലും ഏതൊരു ഇമാമാണെങ്കിലും ഇല്ലാ വയുഖദു മിൻ ഖൗലിഹി വയുത്രക്, അയാളുടെ വാക്കുകളിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഇല്ലാതിരിക്കില്ല. അതാണ് ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാമു ദാരിൽ ഹിജ്റ. അദ്ദേഹം റസൂലുള്ളാഹിന്റെ ഖബർ അതിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോലുമില്ല ഇല്ലാ റദ്ദ വറുദ്ദ അലൈഹി, നമ്മൾ അങ്ങോട്ട് എതിർക്കേണ്ടി വരും, നമുക്ക് ഇങ്ങോട്ട് എതിർക്കപ്പെടേണ്ടി വരും. അങ്ങനെ എതിർക്കപ്പെടാതെ പറഞ്ഞത് മുഴുവനും ശരിയാകുന്ന ഇസ്മത്ത് ലഭിച്ച ഒരാൾ ഇല്ല സാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിന്റെ ഉടമയായ റസൂലുള്ളാഹി അല്ലാതെ വേറെ ഒരാളുമില്ല. അതുകൊണ്ട് അഖ്വാലുൽ ഉലമാ യുസ്തദല്ലു ലഹാ വലാ യസ്തദില്ലു ബിഹാ, ഉലമാക്കളുടെ വാക്കുകൾ യുഹ്തജ്ജു ലഹാ വലാ യുഹ്തജ്ജു ബിഹാ, അത് ആ പറഞ്ഞ വാക്കിന് തെളിവുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അല്ലാതെ അവർ പറഞ്ഞ വാക്കിനെ തെളിവായി പരിഗണിക്കുകയല്ല വേണ്ടത്. ഇവിടെ അല്ലാമത്തു സഅദി പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾക്ക് എതിരിലാണ് ആയത്തുകളും ഹദീസുകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രസ്താവനയിൽ അതിന് ചെറിയ അപാകമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകുക. ഇനി അടുത്ത വചനം കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം. അഫമൻ ഹഖ്ഖ അലൈഹി കലിമത്തുൽ അദാബ് അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ. പ്രയാസകരമായ അവസ്ഥ. അഫമൻ ഹഖ്ഖ അലൈഹി കലിമത്തുൽ അദാബ് അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ. യാതൊരുത്തനുമേൽ ശിക്ഷയുടെ വചനം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നുവോ, യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നുവോ, അങ്ങനെയുള്ള ഒരുവൻ അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ, അങ്ങനെ നരകത്തിൽപ്പെട്ട ഒരുത്തനെ നിനക്ക് രക്ഷിക്കാനാകുമോ? സാധ്യമല്ല. ഇത് മനുഷ്യന്റെ മസ്വീറുമായി, മനുഷ്യന്റെ ഭാഗതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ലികുല്ലിൻ വിജ്ഹ ഹുവ മുവല്ലിഹ, ആ ഭാഗതയെ നിർണയിക്കുന്നത് അവൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വാതന്ത്ര്യവും സാവകാശവും കൊടുത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അതിനാവശ്യമായിട്ടുള്ള ആലാത്തുകൾ തംകിൻ ചെയ്തു കൊടുത്തതാണ്, ഒരുക്കി കൊടുത്തതാണ്. അല്ലാഹു അവന് വേണ്ട എല്ലാ കാര്യങ്ങളും, എല്ലാ ആലാത്തുകളും, എല്ലാ സാമഗ്രികളും ഒരുക്കി കൊടുത്തു. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി കൊടുത്തു. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവന് വേണ്ടത് തിരഞ്ഞെടുക്കുവാനുള്ള ഇറാദ, വിവേചനാധികാരവും അതുപോലെ തന്നെ വരണാധികാരവും കൊടുത്തു.
അവന്റെ മുന്നിൽ രണ്ട് കാര്യവും ഒരുപോലെ തുറന്നു വെച്ചു കൊടുത്തു. എന്നിട്ട് ഇത് തെറ്റാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു, ഇത് ശരിയാണ് എന്ന് അള്ളാഹു കാണിച്ചു കൊടുത്തു, വിവരിച്ചു കൊടുത്തു. എന്നിട്ട് നീ നിന്റെ ബുദ്ധി കൊണ്ട്, ബുദ്ധി തന്നെ ഉപദേശിക്കുന്നത് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ബുദ്ധിയല്ല ഉപദേശിക്കേണ്ടത്, വഹിയാണ് നിന്നെ ഉപദേശിക്കുന്നത്. ആ വഹി അനുസരിച്ചുള്ളത് നീ എടുത്തോ, അത് മനസ്സിലാക്കാനാണ് ബുദ്ധിക്ക് പറ്റുള്ളൂ. അതല്ലാതെ നന്മ ഇന്നത് തിന്മ ഇന്നത് എന്ന് ആകെ കൂട്ടിക്കുഴച്ച് തന്നിട്ട് നീ അതിൽ നിന്ന് തെരഞ്ഞെടുത്തോ എന്ന് പറഞ്ഞിട്ടില്ല. അവന് രണ്ട് വഴി വേറിട്ട് തന്നെ അള്ള കാണിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടുകൂടി ഒന്നാക്കിയിട്ട് മിസ് ചെയ്തിട്ട് ഇനി ഇതിന്ന് തെരഞ്ഞെടുത്തോ എന്നുള്ള ചാപ്പാങ്കുത്ത് പരിപാടി ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു പരിപാടിയല്ല. മറിച്ച് നന്മ നന്മയുടെ വഴി വേറെ തന്നെ കാട്ടിക്കൊടുത്തു, തിന്മ തിന്മയുടെ വഴി വേറെ തന്നെ കാട്ടിക്കൊടുത്തു. നന്മയുടെ വഴിക്ക് നന്മയുടെ ലക്ഷണങ്ങളും പറഞ്ഞു കൊടുത്തു. അൽ ഹഖ് ഇന്നതാണ്, അൽ ബാത്തിൽ ലജ് ലജ്, അൽ ഹഖ് അബുലജ്. അത് അബുലജാണ്, അത് സുവ്യക്തമാണ്, വളരെ വെളിച്ചം നിറഞ്ഞതാണ്. ലൈലുഹ കനഹാരിഹ, ഞാൻ നിങ്ങളെ വിട്ടേക്കുന്ന വഴി രണ്ടുകൂടിയും കൂടിയൊരു വഴിയല്ല. ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ച് തന്നിരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ മഹജ്ജത്തുൻ ബൈള, അതൊരു രാജവീതിയാണ്, പ്രകാശപൂരിതമാണ്. അതിലെ ഈ രാത്രി പോലും പകലിനേക്കാൾ ശോഭയാർന്നതാണ്. ലാ യസിഖു അൻഹാ ഇല്ലാ ഹാലിക്. പക്ഷെ ചിലരുണ്ട്, അവർക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഈ സാമഗ്രികളെയും അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്ന എല്ലാ മുഴുവൻ കഴിവുകളെയും കപ്പാസിറ്റികളെയും അള്ളാഹു കൊടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഇറാദത്ത്, സ്വതന്ത്രമായി ചിന്തിക്കാനും ആവിഷ്കരിക്കാനും തെരഞ്ഞെടുക്കാനും ഒക്കെ ഉള്ള അവന്റെ ഇത്തരം കഴിവുകൾ, ആ കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് അവന് തെറ്റിലേക്ക് തന്നെ പോകണമെന്ന് അവൻ തീരുമാനിച്ച് ആ തെറ്റിലേക്ക് തിരിഞ്ഞാൽ അവനെ ബലം പ്രയോഗിച്ച് അള്ളാഹ് ശരിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രശ്നമല്ല. അത്തരക്കാരെ ശരിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരാളുടെയും ഒരു പ്രബോധകന്റെ, ഒരു ലാ നബിയിൻ വലാ ആലിമിൻ, ഒരു നബിന്റെ അല്ല അല്ലെങ്കിൽ ഒരു ആലിമിന്റെ ഉത്തരവാദിത്വമല്ല, സാധിക്കുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറിയ പ്രയാസത്തിലായിരുന്നു തന്റെ പിതൃവ്യനായ അബൂ താലിബിന്റെ കാര്യത്തിൽ. അബൂ താലിബ് വ്യക്തിപരമായി നബിക്ക് വലിയ ഉപകാരം ചെയ്തിട്ടുള്ള ആളാണ്. വ്യക്തിപരമായി എന്ന് മാത്രമല്ല, ഈ ദഅവത്തിന്റെ ആദ്യഘട്ടത്തിൽ അബൂ താലിബ് നബിക്ക് നൽകിയ പിന്തുണ അത്ര വലുതാണ്. ഖുറൈശി പ്രഭൃതികൾ വഹുവ മിൻഹും, അവരദ്ദേഹത്തെ സമീപിച്ചിട്ടാണ് പറയുന്നത്, നിന്റെ സഹോദരപുത്രൻ നമ്മുടെ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്നു, നമ്മുടെ ആരാധ്യ വസ്തുക്കളെ, വിഗ്രഹങ്ങളെ കുറ്റം പറയുന്നു, നമ്മളും നമ്മുടെ പൂർവികരും ചെയ്യുന്നതെല്ലാം വിഡ്ഢിത്തമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബുദ്ധിയെ കൊച്ചാക്കുന്നു, അവനെ അതൊന്ന് നിർത്തിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ താലിബ് സംസാരിച്ചു, മകനെ നിന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഈ ഖുറൈശി നേതാക്കന്മാർ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഒരു നിവൃത്തിയില്ല, കാരണം ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, എനിക്കത് ശിരസ വഹിക്കാനല്ലാതെ, അത് ഇവിടെ നടപ്പിലാക്കാനല്ലാതെ, അത് പ്രബോധനം ചെയ്യാനല്ലാതെ, അവർക്ക് വേണ്ടിയിട്ട് ഇതിൽ എന്തെങ്കിലും വെള്ളം ചേർക്കാൻ അല്ലെങ്കിൽ മാറ്റി വെക്കാൻ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഇനി സൂര്യനും ചന്ദ്രനും കയ്യിലൊക്കെ ഇറക്കി വെച്ച് തന്നാലും അതിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഒരുക്കല്ല. അബൂ താലിബ് അപ്പോ തുറന്ന പിന്തുണയാണ് കൊടുത്തത്. നീ എന്താണോ വിചാരിച്ചത് അതുമായിട്ട് നീ മുന്നോട്ട് പോയി, നിന്നെ അവര് ഞാൻ ജീവിക്കുന്ന കാലം അത്ര വല്ലാഹി ലൻ യസ്ലൂ ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സിദ ഫിത്തുറാബി റമീമ, ഓലെല്ലാരും കൂടെ ഒരുമിച്ച് വന്നാലും നിന്നെ അവർക്ക് തൊടാൻ പറ്റില്ല. ഹത്താ ഉവസ്സിദ ഫിത്തുറാബി റമീമ, അബൂ താലിബിന്റെ തല മണ്ണ് കുത്തട്ടെ, എന്നിട്ട് മണ്ണിലെത്തിയിട്ട് ഇത് ദ്രവിച്ചു പോകട്ടെ, അതിന്റെ ശേഷം അവർക്ക് തന്നെ തൊടാനാവും. അങ്ങനെ പിന്തുണ കൊടുത്തിട്ടുള്ള ആളാണ് അബൂ താലിബ്. പക്ഷെ അദ്ദേഹം സ്വീകരിച്ചില്ല. അത് അദ്ദേഹത്തിന്റെ പ്രശ്നം. എനിക്കറിയാം നീ പറയുന്നത് ശരിയാണ്, നീ പറയുന്നതാണ് ശരിയായ ദീൻ എന്ന് എനിക്കറിയാം എന്ന് അബൂ താലിബ് വകവെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ പൂർവികരൊക്കെ നടന്നു പോയിട്ടുള്ള, അവരൊക്കെ സ്വീകരിച്ചിട്ടുള്ള വഴിയിൽ നിന്ന് തൽക്കാലം ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ നബി അബൂ താലിബിന്റെ മരണശേഷം വളരെ വിഷമിച്ചപ്പോഴാണ് ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ, നീ ഇഷ്ടപ്പെട്ടവരെ നിനക്ക് ഹിദായത്തിലാക്കാൻ കഴിയില്ല,
അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവരെ അവൻ സന്മാർഗത്തിൽ ചേർക്കും. അതിന് അള്ളാഹ്ക്ക് അള്ളാഹിന്റെ സുന്നത്തുകളുണ്ട്, അള്ളാഹിന്റെ നിയമങ്ങളുണ്ട്, അള്ളാഹിന്റെ വ്യവസ്ഥകളുണ്ട്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം അള്ളാഹു ഇതിനൊക്കെ ഉള്ള കപ്പാസിറ്റി ഇവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ട് വഴികൾ വേർതിരിച്ചിട്ട് ഇത് നല്ല വഴി, ഇത് മോശം വഴി എന്ന് പറഞ്ഞ് വേർതിരിച്ചു കൊടുക്കുകയാണ്. അല്ലാണ്ട് കൂട്ടിക്കുഴച്ചു കൊടുത്തിട്ട് ഇനി ബുദ്ധിയോണ്ട് ഇജ്ജന്നൻ മാന്തിയോക്കിക്കോ എന്നല്ല. ഇത് മോശം, ആ വഴി പോകരുത്. ഇത് നല്ലത്, നേർക്ക് നേരെ സ്വർഗത്തിലേക്ക് എത്തുന്നത്, അത്വരീഖൽ മൂസിലു ഇലൽ ജന്ന, അള്ളാഹുവിലേക്ക് അവന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴി ഇതാണ്, വേറൊരു വഴിയല്ല. കാണിച്ചു കൊടുക്കുകയാണ്. അത് ബുദ്ധിയോട്ട് തെരഞ്ഞെടുക്കുകയല്ല, അള്ളാഹ് കാണിച്ചു കൊടുക്കുകയാണ്. അത് അവൻ പിന്തുടരണം എന്നത് അവന്റെ തീരുമാനമാണ്. അത് അവന്റെ മനോനിലയുടെ ഒരു പ്രശ്നമാണ്. അത് കലർപ്പില്ല എങ്കിൽ, അത് ശുദ്ധമാണെങ്കിൽ അവൻ അതിലൂടെ പോകുള്ളൂ. ജീവിതത്തെ അങ്ങനെ കറപ്റ്റഡ് ആക്കി തീർത്തിട്ടുള്ള ആളുകൾക്ക് അവർക്ക് നന്മയായിട്ട് തോന്നൂല, തിന്മയായിട്ട് അവർ ഭയപ്പെടൂല, അവർ നല്ല ഭാഗത്തേക്ക് തിരിയൂല, അവർ തിന്മയെ വിടാൻ അവർ തയ്യാറാവൂല. അങ്ങനെയുള്ള ഒരാളെ നിനക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും? സാധ്യമല്ല. അഫാന്ത തുൻഖിദു മൻ ഫിന്നാർ, വല്ലാത്തൊരു വചനാണ്, ചെറിയ വാക്കാണ്, പക്ഷെ ആശയം വളരെ വലുതാണ്. അഫമൻ ഹഖ്ഖ അലൈഹി കലിമത്തുൽ അദാബ്, അള്ളാന്റെ ശിക്ഷ. അദാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷ, കലിമ എന്ന് പറഞ്ഞാൽ വചനം, ശിക്ഷയെക്കുറിച്ചുള്ള വചനം. അള്ളാഹ് അവന്റെ എല്ലാ കാര്യങ്ങളും വചനത്തിലൂടെയാണ് അള്ളാഹു എല്ലാ കാര്യവും നടപ്പിലാക്കുന്നത്. ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. കലിമത്തുൽ ഖൽഖ് വത്തക്വീൻ. അള്ളാഹ് ഒരു കാര്യം ഉണ്ടാകൂ എന്ന് പറയുകയേ വേണ്ടൂ, അപ്പൊ അത് ഉണ്ടായി കഴിഞ്ഞിരിക്കും. ആ കലിമത്തുൽ ഖൽഖ് വത്തക്വീൻ അനുസരിച്ച് അള്ളാന്റെ അപാരമായിട്ടുള്ള അറിവിന്റെ, അറ്റമില്ലാത്ത അറിവിന്റെ ഭാഗമായിട്ട് ഇവർക്ക് കൊടുത്തിട്ടുള്ള ഈ കഴിവുകൾ അവർ ദുരുപയോഗം ചെയ്തിട്ട് എവിടെയാണ് ചെന്ന് പതിക്കുക എന്നുള്ളത് അള്ളാഹ്ക്കറിയാം. അല്ലെങ്കിൽ ആ കഴിവുകൾ ദുരുപയോഗം ചെയ്യാതെ അവർ ഏത് മാർഗത്തിൽ, നല്ല വഴിയിൽ അവരെവിടെ പോകുന്നറിയാം. അതുകൊണ്ട് തന്നെ അവരിന്നടത്തേക്കുള്ളവരാണ്, ഇവരിന്നടത്തേക്കുള്ളതാണ് എന്നുള്ള അള്ളാന്റെ അറിവിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ളതാണ്. അത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇന്നവർക്ക് ശിക്ഷയുണ്ട്, ഇന്നവർക്ക് രക്ഷയുണ്ട് എന്നുള്ളത് അവന്റെ കലിമയിൽ, അവന്റെ വചനത്തിലുള്ളതാണ്. ആ കലിമത്തുൽ അദാബ്, ശിക്ഷയുടെ വചനം യാഥാർത്ഥ്യമായി കഴിഞ്ഞ സാക്ഷാത്കരിക്കപ്പെട്ട ഒരാൾ, അവനെ പിന്നെ എന്തെങ്കിലും സാമർത്ഥ്യം ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് തിരിക്കാന്ന് കരുതരുത്. അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ, നരകത്തിൽ പോകണ്ട, പോയിട്ടുള്ള ഒരുത്തൻ പോകുക, ഇതൊക്കെ നമ്മൾക്കാണ്. അള്ളാഹിനെ സംബന്ധിച്ച് ഇതെല്ലാം ഇൽമാണ്. ഇതൊക്കെ അള്ളാഹിന്റെ അസലി അവധിയായിട്ടുള്ള ഇൽമിലെ യാഥാർത്ഥ്യങ്ങൾ, റിയാലിറ്റീസ് മാത്രമാണ്. അതൊക്കെ ഇൽമുകളാണ്. അതിനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിലാണ് എന്ന് അള്ളാഹ് വിധിച്ചിട്ടുള്ള അവന്റെ കലിമത്തുൽ അദാബ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരുത്തനെ പിന്നെ നരകത്തിൽ നിന്ന് പിടിച്ചു കയറ്റാൻ നിനക്ക് പറ്റുമോ? രക്ഷപ്പെടുത്താൻ അൻഖദയുഖിദു, രക്ഷപ്പെടുത്തുക, സേവ് ചെയ്യാൻ നിനക്ക് സാധ്യമല്ല. അത് മാറ്റമുണ്ടാകേണ്ടത് ഓരോ വ്യക്തിയിൽ നിന്നാണ്. അവരാണ് അതിന് തീരുമാനിക്കേണ്ടത്, അവരാണ് തിരിയേണ്ടത്, അവരാണ് പ്രവർത്തിക്കേണ്ടത്. അവർ തീരുമാനിച്ചാൽ, അവർ തിരിഞ്ഞാൽ, അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, നല്ലയിടത്തേക്ക് തിരിഞ്ഞോനെ അതിലേക്ക് അല്ലാഹു. അതല്ല മറിച്ചാണ് എങ്കിൽ അവൻ ഏറ്റവും ഉസ്റ, ഏറ്റവും പ്രയാസകരമായ വഴിയിലേക്കും അല്ലാഹു കൊണ്ടുവിടും. ഇതാണ് പറഞ്ഞത്. ഇതിന്റെ വ്യാഖ്യാനം അടുത്ത ആഴ്ച പറഞ്ഞ് നമുക്ക് നിർത്താം. വബിഹാദൽ ഖദ്രി യക്തഫിൽ യൗം. أسأل الله العظيم رب العرش العظيم أن يتولانا جميعا إنه سميع قريب مجيب. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.